എല്ലാവർക്കും നമസ്കാരം. ഇന്നിപ്പോൾ മത്തങ്ങ വെച്ചിട്ടുള്ളൊരു കറിയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കാൻ പോണത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ ഇത് നല്ല ഇറച്ചിക്കറിയുടെ ഒക്കെ ഒരു ടേസ്റ്റാണ് കേട്ടോ നമുക്ക് ഉണ്ടാവുക. അപ്പോൾ അത് ഈസി ആയിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കണത് നോക്കാം. ഒരു പാൻ അടപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു സവാള കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം വലിപ്പമുള്ള സവാളയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചതും, ഒരു 4 അല്ലി വെളുത്തുള്ളി ചതച്ചതും, 2 വറ്റൽമുളകും, കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പച്ചമുളക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇപ്പം എൻ്റെ കയ്യിൽ പച്ചമുളക് ഇല്ല, അതുകൊണ്ട് ഞാൻ പച്ചമുളക് ഇട്ടിട്ടില്ല കേട്ടോ. ഇനി കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഉപ്പ് ചേർത്ത് കൊടുത്താൽ പെട്ടെന്നൊന്ന് വഴണ്ട് വരും, അതുകൊണ്ടാണ് കേട്ടോ ഉപ്പ് ചേർത്ത് കൊടുക്കണത്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. ടീസ്പൂണാണ് കേട്ടോ, ടേബിൾ സ്പൂൺ അല്ലേ. മുളക് പൊടി 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് എരിവിനനുസരിച്ച് ചേർക്കുക കേട്ടോ. ചില മുളക് പൊടി എരിവ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഒരു 3/4 ടീസ്പൂണൊക്കെ ചേർത്താൽ മതിയാകും. പിന്നെ ഒരു 1/2 ടീസ്പൂണ് ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ പൊടികളുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്ന വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 300-350 ഗ്രാം മത്തങ്ങ ഉണ്ടാവും കേട്ടോ. തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ഒരേ സൈസിൽ നീളത്തിൽ കട്ട് ചെയ്തെടുത്തത്. ഇനി മത്തങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഈ മസാലയും മത്തങ്ങയൊക്കെ കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സായിട്ട് വരണം കേട്ടോ. അപ്പോൾ അതുവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പെട്ടെന്ന് തന്നെ വെന്ത് വരും കേട്ടോ ഈ ഒരു കറി. മത്തങ്ങ അധികം വേവില്ലാത്ത പച്ചക്കറിയെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ അധികം പെട്ടെന്ന് തന്നെ വെന്ത് വരും, അധികം സമയമൊന്നും എടുക്കില്ല കേട്ടോ. ഇനി നമ്മൾ ആദ്യം ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ സവാളയിലേക്ക് മാത്രമുള്ള ഉപ്പാണ് ചേർത്തത്. ഇനി കുറച്ചും കൂടി ഉപ്പ് ഈ മത്തങ്ങയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അധികം വെള്ളം ഒഴിക്കരുത് കേട്ടോ, മത്തങ്ങ നമുക്ക് പെട്ടെന്ന് വെന്ത് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം ഒഴിച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. ഇടയ്ക്കൊന്ന് മൂടി തുറന്നിട്ട് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയും ചെയ്യും. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു കറിയാണ്. ഇപ്പോൾ ചോറിന് കറികളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. മല്ലിയില ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ഇത് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം.